ഹലോ, ഹായ്. സോ, ഈ ചാനൽ കുറേ വർഷമായിട്ട് ഞാൻ തുടങ്ങിയാണ്. ഒരു 2-3 വർഷമായി. പക്ഷേ റീഡിങ് കണ്ടൻ്റ് ഒന്നും എനിക്ക് കിട്ടാത്തത് കൊണ്ടും പിന്നെ പേഴ്സണൽ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടും എനിക്ക് ഈ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. സോ ഇനി ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് ആക്റ്റീവായിട്ട് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ തിങ്ക് ദിസ് ഈസ് സച്ച് എ ഗുഡ് ഡേ ആൻഡ് ദ ബെസ്റ്റ് ഡേ ടു സേ സംതിങ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പുസ്തകം എന്ന് പറയുന്നത്, ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുകയാണ്. അപ്പം വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പം ഒരു മിനിറ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പം വേറെ പുസ്തകമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാനിപ്പം വായിച്ച പുസ്തകങ്ങൾ അതാണ് പൂജയ്ക്ക് വെച്ചത്. അല്ലെങ്കിൽ ഞാൻ ആ പുസ്തകത്തിനെക്കുറിച്ച് നിങ്ങളോട് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. പക്ഷേ അതിൻ്റെ സ്റ്റോറി ഞാൻ കുറേ വർഷം മുമ്പ് പുസ്തകമാണ്. രവീന്ദർ സിംഗിൻ്റെ ക്യാൻ ലവ് ഹാപ്പൻ ട്വൈസ് എന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിനെ കുറിച്ച് ആണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ ഫിയാൻസിയുടെയും കഥയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആ ഫസ്റ്റ് പാർട്ട് ബുക്ക് വായിച്ചത്. അത് വാങ്ങിയിട്ടാണ് ഞാൻ വായിച്ചത്. പിന്നെ ഈ സെക്കൻഡ് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും, പുള്ളിയുടെ ലൈഫ് തന്നെ പുള്ളി ബുക്കാക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വായിച്ചത്. ഈ ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ജനർ ഷിഫ്റ്റ് എന്ന് പറയും. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് ബുക്സ് ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ കൂടുതലും വായിച്ചുകൊണ്ടിരുന്ന ബുക്കുകളെന്ന് പറയുന്നത് കഥാപുസ്തകങ്ങൾ അങ്ങനെയുള്ളതാണ്. ഞാൻ കോളേജിൽ ലിറ്ററേച്ചറാണ് പഠിച്ചത്. അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾക്കതിൽ കുറേ ലവ്, ലസ്റ്റ്, അതേപോലെ മെച്യൂർ കണ്ടൻസ്, പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഇതായിട്ടുള്ള നമ്മുടെ കണ്ടംപററി റൈറ്റേഴ്സിൻ്റെയൊക്കെ തീമെന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻറ്റ് തീമിലുള്ള സ്റ്റോറീസാണ്. ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് എനിക്ക് ഒരുപാട് ബുക്കുകൾ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലുള്ള ഒരു ബുക്ക് ആ ഒരു രീതിയിൽ വായിച്ചൊരു ബുക്കാണിത്. ആ സമയത്ത് ഞാൻ ഇതിന് കൂടെ വായിച്ചൊരു ബുക്കാണ് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുമ്പോൾ എന്ന് പറഞ്ഞൊരു പുസ്തകം. അത് പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരു ദിവസം പറയാം. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ ബുക്ക് ആക്ച്വലി എന്താണെന്നറിയോ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. റിയൽ സ്റ്റോറിയും കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡായി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ റിയൽ ഇൻസിഡൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ട്രസ്റ്റ് മീ, ഇത് അതിൻ്റെ റിയൽ ഇൻസിഡൻ്റ് അല്ല. പിന്നെയും അദ്ദേഹം ഒരു പെൺകുട്ടിയെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്നതും അതൊക്കെ തന്നെയാണ് ഇത് പോകുന്നത്. ഫോർ മീ, ഞാൻ ചേതൻ ഭഗത്തിൻ്റെ ബുക്കുകൾ വായിക്കാറുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് ഒരേ രീതിയിൽ കണ്ടംപററി ലവ് സ്റ്റോറീസ് വായിച്ച് എനിക്ക്, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് പാർട്ട് വായിച്ചൊരു 100% സാറ്റിസ്ഫാക്ഷൻ എനിക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും ഈ ബുക്കിനില്ല. ലാംഗ്വേജ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ലവ് സ്റ്റോറിയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരുപാട് ക്ലീശകളൊക്കെ കാണും. ക്ലീശയില്ലാതെ എന്ത് പ്രണയം. ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ബുക്ക്, ക്യാൻ ലവ് ഹാപ്പൻ ട്വൈസ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. കോവിഡ് സമയത്ത് ഒരു ചലഞ്ച് പോലെ ഞാൻ ഏറ്റെടുത്തിരുന്നു. ഒരു മന്തിലൊരു ബുക്ക് എന്നും പറഞ്ഞിട്ട് ചലഞ്ച് ഏറ്റെടുത്തിരുന്നു. അപ്പോൾ ചലഞ്ച് നടന്നില്ല. പക്ഷേ ഞാൻ 2 മാസങ്ങളിലായിട്ട് 2 ബുക്കുകൾ വാങ്ങിച്ചു. പിന്നെ ബുക്ക് വാങ്ങിക്കൽ നടന്നില്ല. ഇന്നിപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ 5 വർഷം മുമ്പ് വായിച്ച ബുക്കിൻ്റെ റിവ്യൂ ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. പക്ഷേ ഈ ബുക്കിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ കഥയെന്ന് പറയുന്നത് നോർമൽ, അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് അറിയാമല്ലോ, പ്രണയം തന്നെയാണ്. ആ ഒരു മൊത്തം സ്റ്റോറിയിൽ പ്രണയം തന്നെയാണ്. അതൊരു ക്ലീശകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രണയത്തിൽ ക്ലീശ ഉണ്ട്. ഇപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്ന അല്ലെങ്കിലും വളരെ നല്ലൊരു ബുക്കാണ്. സെയിം ടൈം എനിക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് പറയുന്നത് അത് സത്യമാണ്. പിന്നീടുള്ള ഒരു സംഭവം, ഞാൻ ഈ ബുക്ക് വായിച്ചതിൻ്റെ റീൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ രവീന്ദർ സിംഗ് അത് കണ്ടിട്ട് അദ്ദേഹം ലൈക്ക് ചെയ്തിരുന്നു. അതാണ് ഈ ബുക്കിനെ കുറിച്ച് എപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കതാണ് എപ്പോഴും തോന്നുന്നത്. സോ യാ,
ഈ ഒരു സ്പേസ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയാനൊരു സ്പേസാക്കി യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. Stay in touch and keep in touch. And if you are a subscriber, thank you for being a part of this journey. This is Arjun signing off. Bye.